കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസങ്ങളിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി ഒരു സന്ദേശം ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ടത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുന്നു. ദയവായി ശ്രദ്ധിച്ചാലും അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തെങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. ഈ വചനഭാഗങ്ങളെ കർത്താവ് നമുക്ക് വാഴ്ത്തി നുറുക്കി തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുന്നു, പഠിക്കുന്നു. കർത്താവ് ഈ വചനത്തിലൂടെ അവിടെ നിങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളെ ദൈവവചനത്തിലൂടെ തട്ടി ഉണർത്തണമേ. വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ പോഷിപ്പിക്കണമേ. നിന്റെ വചനം കൊണ്ട് ഞങ്ങളെ പ്രത്യാശാനിർഭരമായ ക്രിസ്തുജീവിതം നയിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഒരല്പ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, ദൈവമക്കൾ ക്ഷമിക്കുക. ഈ വായിച്ച വേദഭാഗം ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ദുരന്തം അപ്പോസ്തലനായ പൗലൂസ് എടുത്ത് കാണിച്ചിട്ട് നമുക്ക് അങ്ങനെ സംഭവിക്കരുത് എന്നാണ് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം. നമ്മൾ ഈ വചനത്തെ വളരെ എലാർജ് ചെയ്തൊന്നും പഠിക്കാനുള്ള നേരം നമ്മുടെ മുൻപിലില്ല. അധിക സമയം മെസ്സേജ് ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുമില്ല. 30 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ കൊണ്ടൊരു മെസ്സേജ് തീർക്കണം. കാരണം എല്ലാവരും ബിസി, ആർക്കും സമയമില്ല. പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ, ചില ബുദ്ധിപദേശങ്ങൾ പഠിച്ചെടുക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇതേപോലെ സമാനമായ ഇതേ നിലയിലല്ലെങ്കിലും ഒരു ബുദ്ധിപദേശം അവിടെയും നമുക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കിടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ നിങ്ങൾ ചില കാര്യങ്ങൾ അറിയാതിരിക്കരുത്. എന്താണ് അറിയാതിരിക്കരുത്? ഒരേ ആത്മീയ ആഹാരം തിന്നവർ, ഒരേ ആത്മീയ പാനീയം കുടിച്ചവർ, സമുദ്രത്തിലൂടെ ഒരുമിച്ച് കടന്നവർ, മേഘത്തിലും സമുദ്രത്തിലും കിടന്ന് മോശയോട് ചേർന്നവർ, അവർക്ക് എന്തോ പറ്റി? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിവിട്ട് കളഞ്ഞു. എബ്രായ ലേഖനം 3-ൽ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. അപ്പൊ നമ്മൾ വീണു പോകാതിരിക്കണമെങ്കിൽ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ നമ്മളെ ദൈവം തള്ളിക്കളയാതിരിക്കണമെങ്കിൽ നാം ചിലത് ചെയ്യേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം പഠിപ്പിക്കുന്നത് അവർ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്
കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം നമുക്ക് തരുന്ന പഠനം. 5 വിധ പാപങ്ങളെ കുറിച്ച് പറയുന്നു. ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തോട് വെറുക്കുക. ഈ 5 പാപങ്ങൾ ചെയ്തപ്പോൾ അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശമായി എഴുതിയിരിക്കുന്നു. ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തെ നാം വിലയിരുത്തിയാൽ ഇസ്രയേൽ ജനത്തിന് പറ്റിയ പാപത്തിന്റെ പട്ടികകൾ തന്നെയാണ് പുതിയ നിയമസഭയിലെ ഭക്തന്മാരെന്ന് പറയുന്നവരെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് പറയും. ഇന്നത്തെ ആത്മീയ ഗോളം 95% ആത്മീയമായി തകർന്നു കിടക്കുകയാണ്. എന്തുകൊണ്ടാ? അവർക്ക് കിട്ടിയ വചനം അവർ അനുസരിക്കുന്നില്ല. ഇനി ഞാൻ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരിക. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം, സ്വസ്ഥത, റെസ്റ്റ് ഇൻ പീസ്, പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. വിശുദ്ധന്മാർ മരിച്ച് സ്വസ്ഥതയിലോട്ടാ പോകുന്നത്. ആ വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ദൈവത്തെ ഭയപ്പെടുക. എങ്ങനെയാ ലഭിക്കാതെ പോകുന്നേ? ഇസ്രായേൽ മക്കൾ ചെയ്തതുപോലെ പാപം ചെയ്താൽ നമ്മളും അവിടെ ചെല്ലത്തില്ല, നമ്മളും പട്ടുപോകും, നമ്മളും നശിച്ചു പോകും. അവർ ആക്ഷരിക കനാനിലേക്കാണ് യാത്ര ചെയ്തത്. നമ്മൾ ആത്മീയ കനാനായ സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നേ. യാത്ര തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഗ്രഹിക്കണം. ഇവിടെ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു, ദൈവം വിടുവിച്ചു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എന്നുള്ളത് ശരി. എങ്കിലും സത്യവേദ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ദുരന്തവും അവർക്ക് സംഭവിച്ച അതിഘോരമായ അവസ്ഥകളും നാം മനസ്സിലാക്കി അവർക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ നാം ചില ബുദ്ധിയുപദേശങ്ങൾ എടുക്കണമെന്ന് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടു. എന്താണ് ഈ സദ്വർത്തമാനം? അവർ കേട്ട സദ്വർത്തമാനം എന്താ? നമ്മൾ കേട്ട സദ്വർത്തമാനം എന്താ? അവർ കേട്ട സദ്വർത്തമാനം മോശ മുഖാന്തരം ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകളും അരുളപ്പാടുകളും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദൈവം മോശയിലൂടെയും മറ്റു പ്രവാചകന്മാരിലൂടെയും വളരെ ശക്തമായി ദൈവം അവരോട് സംസാരിച്ചു, ഇടപെട്ടു. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. ഹല്ലേലൂയ. ഈ പറഞ്ഞ പദത്തിൽ ഞാൻ അല്പസമയം നിൽക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുക. വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. ദൈവം അവരോട് കൽപ്പിച്ചതും കർത്താവ് അവരോട് ഇടപെട്ടതും വിശുദ്ധ പ്രവാചകന്മാർ ഇസ്രായേൽ മക്കളോട് സംസാരിച്ചുകൊണ്ടിരുന്നതും അവർക്ക് ഉപകാരമായി വന്നില്ല, അവർക്ക് പ്രയോജനമായി ഭവിച്ചില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. വളരെ സന്തോഷത്തോടെ ഇസ്രായേലിൽ നിന്ന് പാട്ടുമൊക്കെ പാടി അവർ പുറപ്പെട്ടവരാ. 30 ലക്ഷം ജനമാണ് പുറപ്പെട്ടെന്നാണ് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നത്. പലരും ഈ 30 ലക്ഷം ജനം പാട്ടും പാടി അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താതെ അവർ വഴിയിൽ വെച്ച് പട്ടുപോയി, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതുമില്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ പെന്തക്കോസ്തുകാരോട് ഞാൻ ചോദിക്കുക, നമുക്കിത് ഏതുമില്ലയോ?
ദൈവസഭ നവീകരണം എന്നൊരു പുസ്തകം ഒരു പ്രായമുള്ള കർത്താവിൻ്റെ ദാസൻ എഴുതി എൻ്റെ കയ്യിലുണ്ടത്. അതിലെ താൻ പ്രതിപാദിക്കുന്ന ഒരു വാക്ക് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. ദൈവസഭ അതിൻ്റെ പാത വിട്ട് അബദ്ധസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് താൻ എഴുതി വെച്ചു ഒരു പേജിൽ. ഞാനത് അന്ന് മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ് ഈ അബദ്ധസഞ്ചാരം? ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു. ദൈവം അവരോട് സംസാരിച്ചു. ദൈവത്തിന്റെ സംരക്ഷണം അവർക്ക് കൊടുത്തു. രാത്രിയെ പകലാക്കി കൊടുത്തു. ഹല്ലേലൂയ. മേഘസ്തംഭം, അഗ്നിസ്തംഭം. പകല് മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും. ഭക്ഷിക്കാൻ സ്വർഗീയ മന്ന, ശക്തിമാന്മാരുടെ അപ്പം, കാടപ്പക്ഷി. അവർ ആഗ്രഹിച്ചതൊക്കെ കൊടുത്തു. അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. 30 ലക്ഷം പാളയമടിച്ച് മരുഭൂമിയിൽ കിടന്ന് നല്ല ചൂട് സമയത്ത് മേഘസ്തംഭവും ഒരു മനുഷ്യനെ കാണാൻ കഴിയാത്തതുപോലെ കുന്നാക്കുന്നെ ഇരുട്ടുള്ള സമയത്ത് നല്ല വെളിച്ചവും. ഇതിൽക്കുള്ള എന്താ വേണം? ഇന്ത്യയിൽ കറണ്ട് ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ കിടപ്പുണ്ട്. ഈ 30 ലക്ഷം ജനം വെളിച്ചം അനുഭവിച്ചു. ചൂട് സമയത്ത് മേഘത്തിന്റെ തണൽ അനുഭവിച്ചു. പണ്ട് ദിവാസം പറഞ്ഞത് മരുഭൂമി AC ആക്കി കൊടുത്തു. ഞാനത് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട്. നല്ല സുഖമായിരുന്നു മരുഭൂമിയിൽ. ശക്തിമാന്മാരുടെ അപ്പമായ മന്നയും കാടപ്പക്ഷിയൊക്കെ കൊടുത്ത് അത് ഭക്ഷിച്ച് അവർ സന്തോഷത്തോടെ ആ മരുഭൂമിയിലായിരുന്നു. ഇന്ന് പകലൂടി എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത അതിനോട് ചേർത്തൊന്ന് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. 30 ലക്ഷം ജനം തിങ്ങിപ്പാർക്കുന്ന ആ ഒരു വലിയ ദേശത്ത് എത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, എത്ര ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പാർക്കുന്ന പട്ടണങ്ങളിലൊക്കെ ഓരോ അവയവങ്ങൾക്കും ഹോസ്പിറ്റലാണ്. ഐ ഹോസ്പിറ്റല്, ബോൺ ഹോസ്പിറ്റല്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ ഹോസ്പിറ്റല്, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്, ക്യാൻസർ സർജറി നടത്താനായിട്ട് ക്യാൻസറിനെ ചികിത്സിക്കുന്നത്. അങ്ങനെ ഓരോ രോഗങ്ങൾക്കും ഓരോ അവയവങ്ങൾക്കുമുള്ള രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രഗത്ഭന്മാരായ ഡോക്ടർമാര് വലിയ വലിയ ആശുപത്രികൾ പണിത് അവിടെ അവരിരിപ്പുണ്ട്. നമ്മളെ കിട്ടാൻ കാത്തിരിക്കാൻ, നമ്മളെ കണ്ടിച്ചെടുക്കാൻ. ഞാൻ പത്രദ്വാരയും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആ വാർത്തയൊക്കെ കേട്ടാണ് ഞാനിത് പറയുന്നത്. കൊള്ളയടിക്കാനാണ് ആശുപത്രിക്കാരിയിരിക്കുന്നത്, നമുക്ക് സൗഖ്യം തരാനല്ല. എൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥിച്ചുള്ള വെള്ളം കുടിച്ചാൽ തന്നെ അത് സൗഖ്യമായി തീരും. ദൈവമക്കളെ, എത്ര ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഈ പാളയത്തിൽ, എത്ര സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, എത്ര മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടായിരുന്നു, എത്ര സേവന മെഡിക്കൽസ് ഉണ്ടായിരുന്നു. ഒന്ന് പറ നിങ്ങളെ. ഈ 40 വർഷം അത്ഭുതകരമായി ദൈവം അവരെ നടത്തി. ഞാൻ വചനത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. നല്ല കരുത്തന്മാരായ ശക്തന്മാരായ ദൈവമക്കളായിരുന്നു അവരെ. ഇന്ന് നമ്മളോ കിറിഞ്ചി നടക്കാൻ വയ്യ, ആ പരുവത്തിലായി. ഹോസ്പിറ്റൽ കൊണ്ട് നിറഞ്ഞു കിടക്കാൻ നമ്മുടെ പട്ടണം. അപ്പൊ ദൈവത്തിന്റെ നടത്തിപ്പ് എത്ര അത്ഭുതകരമായിരുന്നു എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? തിരുവചന സത്യങ്ങളെ കാറ്റിൽ പറത്തി, ഉപദേശ സത്യങ്ങളെ കാറ്റിൽ പറത്തി അന്യതാ ഉപദേശത്തിൽ കിടന്ന് മുങ്ങിക്കുളിക്കുന്ന സഭകളും പ്രസ്ഥാനങ്ങളുമാണ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. ഹല്ലേലൂയ. ദൈവസഭയുടെ വിശുദ്ധിയും വേർപാടിന്റെ ഉപദേശങ്ങളൊന്നും ഇന്ന് സഭകളിലില്ല. ധനസമ്പാദനത്തിന് വേണ്ടി ബൈബിൾ കോളേജുകളിൽ പഠിച്ച് സുവിശേഷ വിലയെന്നും പറഞ്ഞ് സഭാ ചാർജുകൾ എടുത്ത് മനുഷ്യനെ വട്ടം കറക്കി നരകത്തിൽ തള്ളിക്കളയുന്ന മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ കടലും കരയും കടന്ന്
ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് അവനെ ഇരുട്ടിച്ച നരകത്തിന് യോഗ്യരാക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ആത്മീയ ഗോളമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാനിത് തമാശയായിട്ട് പറയും, കാര്യഗൗരവത്തോടെ പറയുക. ഹല്ലേലൂയ. നമ്മൾ ഓരോ മീറ്റിങ്ങുകളിലും ഓരോ കൂട്ടായ്മകളിലും കേൾക്കുന്ന വചനങ്ങൾ നമ്മൾക്ക് ഉപകാരമായി വരുന്നുണ്ടോ? കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. രണ്ട് പദങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ കേട്ടവരിൽ വിശ്വാസമായി ആ വചനം പരിണമിച്ചില്ല. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. പുതിയ നിയമസഭയിലെ ദൈവദാസന്മാരോടും ദാസിമാരോടും മക്കളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും ഒരു എളിയ കർത്താവിന്റെ ദാസൻ ചോദിക്കുന്നു, നമുക്ക് തന്ന ഈ പുതിയ നിയമ ഉപദേശങ്ങൾ, വചനങ്ങൾ നമുക്ക് ഉപകാരമായി വരുന്നുണ്ടോ? നമ്മൾക്ക് ആ വചനം വിശ്വാസമായി പരിണമിക്കുന്നുണ്ടോ? അത് വെറുതെ കേട്ടിട്ട് പോവുകയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് ഇത് പറയുന്നതിന്റെ താല്പര്യം, സ്തോത്രം, പലരും വചനം കേൾക്കുന്നു എങ്കിലും അതിന്റെ ശരിയായ നിലവാരത്തിലേക്ക് വരുന്നില്ല. ഹല്ലേലൂയ. വചനം കേട്ട് അനുസരിക്കുന്നില്ല. വചനം കേട്ട് ജീവിതത്തിൽ അത് പ്രായോഗിക നിലവാരത്തിൽ കൊണ്ടുവരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. പാസ്റ്റർമാരുണ്ട്, സഭകളുണ്ട്, വലിയ കൂട്ടങ്ങളുണ്ട്. ആത്മീകമായി യാതൊരു പ്രയോജനവും കാണുവാൻ കഴിയുന്നില്ല. ഒരു ചെറിയ ശേഷിപ്പ് അവിടങ്ങളിലായി വചനം കേൾക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും അങ്ങനെ ആത്മീക സന്തോഷത്തിൽ മുൻപോട്ട് പോകുന്ന ചെറിയ കൂട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം വചനത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് മുൻപോട്ട് പോകുന്ന ക്രൈസ്തവ സമൂഹമായി നമ്മുടെ ആത്മീക സമൂഹം ജീർണിച്ചുപോയി, തകർന്ന് തരിപ്പണമായി പോയി എന്ന് ഞാൻ പറയുക. നമുക്ക് പ്രസ്ഥാനങ്ങളുണ്ട്, നമുക്ക് സഭകളുണ്ട്, നമുക്ക് വലിയ പ്രീച്ചേഴ്സ് ഉണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പ്രസ്ഥാനങ്ങളുണ്ട് നമുക്ക്. സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവിന് മുൻപുള്ള വരവിന് മുൻപുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് സത്യവേദ പുസ്തകം പറയുന്നത് ലവോദിക്യ എന്നാണ്. ലവോദിക്യ എന്ന് പറഞ്ഞാൽ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല, ആത്മീയമായിട്ട് ഒരു കുഴപ്പമില്ല എനിക്ക്. ദൈവമാണോ നീ ദരിദ്രൻ, നീ നഗ്നൻ, നീ കുരുടൻ, തന്നിമിത്തം അരിഷ്ടനും നിർഭാഗ്യവനുമായി തീർന്നിരിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വേദഭാഗം വളരെ തെറ്റായി പഠിപ്പിക്കുന്ന രീതികൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിന് മുൻപ് സഭ ആത്മീകമായി ഉന്നതമായ അവസ്ഥയിലാണെന്ന് അവർ തന്നെ സ്വയം അഭിമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കർത്താവ് അവരോട് പറയുന്നു, നീ ദരിദ്രനാണ്, നീ ആത്മീയ ദരിദ്രനാണ്, നീ ആത്മീയ നഗ്നനാണ്, നീ ആത്മീയ കുരുടനാണ്. ഞാൻ ആ വിഷയം ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏതെങ്കിലും സമയങ്ങളിൽ ആ ഭാഗം മാത്രം എടുത്ത് നമ്മളൊന്ന് ധ്യാനിക്കണമെന്ന ഹൃദയത്തിൽ ഇപ്പോഴേ പ്രേരണ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ വരവിന് മുൻപ് ഇന്നത്തെ സഭകൾ, ഇന്നത്തെ സംഘങ്ങൾ ഏതവസ്ഥയിലായി? ആത്മീക ദാരിദ്ര്യത്തിന്റെ പിടിയിൽ അമർന്നുപോയി, ആത്മീക കുരുടന്മാരായി തീർന്നു, ആത്മീക നഗ്നന്മാരായി, രക്ഷാവസ്ത്രം, നീതിവസ്ത്രം കറപുരണ്ട് ഉടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, ആത്മീക നഗ്നതയിലായി. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാടിൽ ദൈവവചനം പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിൽ ബുദ്ധിയുടെ പ്രമാണം കയറി വന്നു. പരിശുദ്ധാത്മാവിലുള്ള കാഴ്ചപ്പാട് വരുമ്പോഴേ കുരുട് മാറത്തുള്ളൂ. ഇന്ന് ആത്മീക കുരുടന്മാരായി മാറി. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൽ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നു, അല്ലോ കുരുടന്മാരെ, കുരുടന്മാരായ വഴികാട്ടികളെ, കുരുടന്മാരും മൂഢന്മാരുമായുള്ളവരെ, അവരുടെ പ്രവൃത്തികൾ ദൈവവചനത്തിന് വിരുദ്ധമാണെന്ന് കർത്താവ് കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിത്വ ഉപദേശമാണ് ദൈവസഭയുടെ ഉപദേശം.
ആ ഉപദേശത്തെ കാറ്റിൽ പറത്തി അന്യതാ ഉപദേശത്തിൽ സഭ കിടക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. ഈ ഉപദേശം കൊണ്ടല്ലാതെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ വീട്ടിൽ കയറ്റരുത്, അവനുമായിട്ട് കുശല പ്രശ്നം ചെയ്യരുത്, അവനുമായിട്ട് ഭക്ഷിച്ച് പാനം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവന്റെ ദുഷ്പ്രവൃത്തിക്ക് നിങ്ങൾ കൂട്ടാളികളാണെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കിട്ടിയ പഥ്യവചനം, പഥ്യോപദേശം നാം അനുസരിക്കുന്നുണ്ടോ? ഇസ്രായേൽ മക്കൾക്ക് കേട്ട വചനം ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ. വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ട വചനം ഉപകാരമായി വന്നില്ല, വിശ്വാസമായി പരിണമിച്ചില്ല, ഉപകാരമായി വന്നില്ല. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവർ പട്ടുപോയി, അവർ നശിച്ചുപോയി, അവർ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്താതെ വഴിയിൽ വെച്ച് അവർ തളർന്നുപോയി, വീണുപോയി. ഇത് തന്നെയാണ് ഇന്ന് പെന്തക്കോസ്ത് സമൂഹത്തിലും സംഭവിച്ചിരിക്കുന്ന ദുരന്തം. ദൈവസഭയുടെ ഉപദേശം വിട്ടുകളഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശം സഭ വിട്ടു. സഭ ന്യായപ്രമാണത്തിന്റെ അടിമൂത്തിൽ കിടക്കുക. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖം ന്യായപ്രമാണം. പുതിയ നിയമസഭ പഴയ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ കേൾക്കാൻ നല്ല സുഖമാ. മോർദെഖായിയും എസ്തേറും കൂട്ടരും കൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹാമാനും ഹാമാന്റെ സന്തതികളും മോർദെഖായിയെ തൂക്കാനായിട്ട് രൂപപ്പെടുത്തിയ ആ തൂക്കുകയർ ഹാമാന്റെയും മക്കളുടെയും കയ്യിൽ വീണു, കഴുത്തിൽ വീണു. ഹല്ലേലൂയ. ഞാൻ എത്രയോ സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇവിടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് എഴുതി വെച്ചത് ഭക്തന്മാർ കാണുന്നില്ല. ഇന്നും അവരുടെ ആക്ഷരിക ശത്രുക്കൾ, അയൽവാസികൾ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ അവര് തകരുമ്പോൾ ഇവിടെ സന്തോഷിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. പുതിയ നിയമസഭയ്ക്ക് ശത്രു ഉണ്ടെങ്കിൽ അത് പൈശാചിക ശക്തികളാണ്, ആക്ഷരിക വ്യക്തികളല്ല, ജഡരക്തങ്ങളല്ല നമുക്ക് ശത്രുക്കൾ. ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനയാണ്. അത് പിശാചിനെ കാണിക്കുന്നത്, പിശാചിനെ അവന്റെ സൈന്യത്തെ കാണിക്കുന്നത്. അപ്പൊ സഭ വിശ്വാസത്തിൽ നിന്ന് പോയി, വിശ്വാസ പ്രമാണം പുറങ്കാൽ കൂട്ടി തട്ടിക്കളഞ്ഞു. സഭയ്ക്ക് ആത്മീയ മൂല്യച്യുതി സംഭവിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തൊക്കെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞ വചനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. പുതിയ നിയമസഭയെ കർത്താവ് ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഈ ഇരുണ്ട ലോകത്തിന് വെളിച്ചം കൊടുക്കാനാ, ഈ കഴിച്ചു കിടക്കുന്ന ലോകത്തിന് അല്പം രുചി കൊടുക്കാനാ. ഇന്നത് സഭകളിൽ നിന്ന് കിട്ടുന്നില്ല. ഹല്ലേലൂയ. സഭയ്ക്ക് ആത്മീകമായ ഉപദേശങ്ങൾ കിട്ടുന്നില്ല. ദൈവവൃത്യന്മാർ ഉപദേശം സഭയെ പഠിപ്പിക്കുന്നില്ല. കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, പിന്നെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രസംഗം എന്നുള്ളത് തന്നെ നമ്മൾ വചനത്തിലൂടെ പഠിക്കുമ്പോൾ ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. എവിടെ എഴുതി വെച്ചേക്കുന്നു? പത്രോസിന്റെ 1-ാം ലേഖനം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ നാം വായിക്കും, ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തോടുമാകട്ടെ. ഇനി പൗലോസാണ് പ്രസംഗത്തെ കുറിച്ച് ആധികാരികമായി പറയുന്നതിന്റെ വചനമുള്ള പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളെല്ലാം ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയാകുന്നത്. തിമോഥെയോസിനോട് പൗലോസ് പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് രചിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിപ്പീൻ. ദൈവത്തിന് കൊള്ളാകുന്നവൻ ആകുന്നില്ലെങ്കിൽ നമ്മൾ ലോകത്തിന് കൊള്ളാകുന്നവരാ, പിശാചിന് കൊള്ളാകുന്നവരാ.
നമ്മൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ, അപ്പൊ സത്യവചനം യഥാർത്ഥമായി ലജ്ജിച്ചു പോകും. ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും, കുറ്റവാളികളാകേണ്ടി വരും, പിടിക്കപ്പെടും. ഇന്ന് സഭകളെ പുതിയ നിയമ ഉപദേശം പഠിപ്പിക്കാതെ പഴയ നിയമത്തിലിട്ട് ആറാട്ടുക ചെയ്യുന്നത്. പഴയ നിയമം അനുഗ്രഹത്തിന്റെ, ഭൗതിക അനുഗ്രഹത്തിന്റെ കലവറയാ പഠിപ്പിക്കുന്നത്. പുതിയ നിയമം ആത്മീയ അനുഗ്രഹവും. ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഒരു വലിയ സമൂഹം നമ്മുടെ മധ്യത്തിലുണ്ട്. അവർക്ക് വേണ്ടി കൂടി ആദ്യം പ്രസംഗിക്കുന്നത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ അറിയേണ്ട പോലെ അറിയണം, ദൈവശക്തി അറിയേണ്ട പോലെ അറിയണം. അല്ലെങ്കിൽ പിശാചിന ശക്തിയെ ആരാധിക്കുന്നവരായി നമ്മൾ തീർന്നു പോകും. ഇന്ന് അങ്ങനെ ആയിത്തീർന്നിരിക്കുക സഭ. അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കാനാണ് ഈ സന്ദേശം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല. ഈ 2 പോയിന്റിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത്. കേട്ട വചനം ഉപകാരമായി വന്നില്ല, കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല. പരിണിത ഫലം എന്ത് സംഭവിച്ചു? അവർക്ക് ഉപകാരമായി വരാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. ദൈവസഭയോടല്ല, ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം പൗലോസോട് എടുത്ത് പറയുക. കേട്ട വചനം ഉപകാരമായി വരാത്തത് കൊണ്ട്, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു. ഇത് നമുക്ക് ഏതുമില്ലയോ? ഇവിടെ അനുഗ്രഹം അനുഗ്രഹം, നന്മ നന്മ, വിടുതൽ വിടുതൽ. വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നുമില്ല. ചുമ്മാ കിടന്ന് കുറെ ബഹളം വയ്ക്കുക. അനുഗ്രഹത്തിനും വിടുതലിനൊന്നും ഞാൻ തടസ്സമല്ല. പക്ഷേ സ്വർഗത്ത് പോണ വിഷയമാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് ഓർത്തോണം. ഭൂമിയിൽ അനുഗ്രഹം പ്രാപിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് വെച്ചിരിക്കുന്നവരൊക്കെ ആത്മീക കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരും അരിഷ്ടന്മാരും നിർഭാഗ്യന്മാരുമായിട്ട് കിടക്കുകയാണ് ഇന്ന് ഭൂമിയിൽ. മനസ്സിലാക്കിക്കോണം. ദൈവം ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കേണ്ടതിന് തെരഞ്ഞെടുത്തു. വിശ്വാസ ജീവിതം നയിക്കാൻ ദരിദ്രന്മാരെ തെരഞ്ഞെടുത്തു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രയോസ് ആദിയായവരെ തെരഞ്ഞെടുത്തു. അവരുടെ കൂട്ടത്തിൽ പൗലൂസും പോയി ആഡ് ചെയ്യപ്പെടുന്നു. അതാണ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1, 2, 3, 4, 5 വാക്യം. ഞാൻ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വൈഭവം കൂടാതെ അടുക്കൽ വന്നത്. എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കും നമ്മുടെ വിശ്വാസം? എങ്ങനെയിരിക്കും നമ്മുടെ പ്രത്യാശ? എങ്ങനെയിരിക്കും നമ്മുടെ സന്തോഷം? എങ്ങനെയിരിക്കും നമ്മുടെ സമാധാനം? പുതിയ നിയമസഭയെ ദൈവം അനുഗ്രഹിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം എന്താണ്? വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കുക. മക്കതോനിയ സഭ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോയ സഭയാണെങ്കിലും അവർ സന്തോഷ സമൃദ്ധിയുള്ളവരായിരുന്നു എന്ന് കാണുന്നു. നീതിയുടെയും കൃപാദാനത്തിന്റെയും സമൃദ്ധി ലഭിച്ചവർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പഴയ നിയമസഭയെ ഭൗതികമായി അനുഗ്രഹിച്ചെങ്കിൽ പുതിയ നിയമസഭയെ ആത്മീയമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനിന്ന് ഞാനത് കണ്ടിന്യൂഷൻ വിശ്വാസം എന്ന വിഷയമായിട്ട് ഞാൻ മുമ്പോട്ട് പോവുക. വിശ്വാസമായി പരിണമിച്ചില്ല. ഹല്ലേലൂയ. കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല. കേട്ട വചനം ഉപകാരമായി വന്നില്ല. ആ വിശ്വാസം എന്നുള്ള വിഷയത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ഈ ക്ലിപ്പിന്റെ പ്രാരംഭ സമയത്ത് നമ്മൾ ഈ വിഷയം ഇങ്ങനെ ധ്യാനിക്കുന്നു. ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾ വരാൻ പോവുക. വാട്ട് ഈസ് ദ മീൻ ബൈ ഫെയ്ത്ത്? എന്താണ് വിശ്വാസം? ഞാൻ ഇന്ന് രാവിലെ ആ വിഷയം എടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞുപോയി.
ഇന്ന് വിശ്വാസികളില്ല, വെറും ശ്വാസം മാത്രമേ ഉള്ളൂ വിശ്വാസികളിൽ. വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസം, ശ്വാസം. ഞാൻ സാധാരണ പറയാറുള്ളത് വിശ്വാസികൾ മുഴുവൻ ശ്വാസമുണ്ട്, വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയ കോളം. ഹല്ലേലൂയ.